ഇന്ന് നമുക്ക് നല്ലൊരു മാംഗോ ജ്യൂസ് ഉണ്ടാക്കാം. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ജിഞ്ചർ ലെമണേഡാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ നമുക്ക് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്ത മാങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയുടെ നീരാണ് ചേർക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി തൊലി കളഞ്ഞൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ലെമൺ സ്ക്വീസറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി മാത്രമായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീരും ആവശ്യമുണ്ട്. അപ്പോൾ ഈ ചെറുനാരങ്ങ പകുതിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇഞ്ചിയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ ചെറുനാരങ്ങയുടെയും ഇഞ്ചിയുടെയും നീര് നമുക്ക് ഒരുമിച്ച് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയുടെ പീസ് മാങ്ങയിൽ ഇട്ടിട്ട് തന്നെ ജ്യൂസ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ മാങ്ങയുടെ കൂടെ ഇഞ്ചി ചേർത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ചെറിയ കഷ്ണം ഇഞ്ചി മാത്രമേ ഇടാവൂ, അല്ലെങ്കിൽ ഇഞ്ചിയുടെ വല്ലാത്തൊരു ഫ്ലേവർ വരും. അതല്ലെങ്കിൽ ഇതുപോലെ ചെറുനാരങ്ങയുടെ കൂടെ വെച്ചിട്ട് ഇതിൻ്റെ നീര് മാത്രം എടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, മാക്സിമം നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചിയിൽ ഇപ്പോൾ നീരൊന്നും അധികം ഇല്ല. അപ്പോൾ ഇഞ്ചി നീര് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ ഒന്ന് അരഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത മാംഗോ പ്യൂരി നമുക്കൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നാരുള്ള മാങ്ങയാണ് ഉപയോഗിച്ചതെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഇത് മാറ്റി വെക്കാൻ. ഇതിപ്പോൾ ഒട്ടും നാരില്ലാത്ത മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് പ്യൂരി ഉണ്ടാക്കി ഉടനെ തന്നെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാം. 3-4 ദിവസമൊക്കെ ഇത് കേടുകൂടാതെ ഫ്രിഡ്ജിലിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു വലിയ ജാർ എടുത്തിട്ട് അതിൽ 1 കപ്പ് നിറയെ ഐസ് ക്യൂബ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രിങ്കിന് നല്ല തണുപ്പുണ്ടെങ്കിൽ നല്ല രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു വലിയ കപ്പ് നിറയെ ഐസ് ക്യൂബ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാംഗോ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. സാധാരണ ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ഷുഗർ സിറപ്പ് ആയതുകൊണ്ട് 1/2 കപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഷുഗർ സിറപ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങ നീര് വീണ്ടും ചേർക്കുന്നുണ്ട്. ഇതിന് നല്ലോണം ചെറുനാരങ്ങ നീര് ചേർത്താൽ നല്ല രുചിയായിരിക്കും. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഈ ഒരു മാങ്ങയുടെ പ്യൂരി വെച്ചിട്ട് നമുക്കൊരു 4-5 ഗ്ലാസ് വരെയൊക്കെ ഡ്രിങ്ക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 ഗ്ലാസ്സിലധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പുതിനയില ചതച്ചതും കൂടി ചേർക്കാം. 2-3 ചെറുനാരങ്ങയുടെ പീസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവും. മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അപ്പോൾ ഈ സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്